ഗുഡ് മോർണിംഗ് മൈ ഡിയർ ലവ്സ്. 333 ദ എംപ്രസ് ഓഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുപ്രഭാതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസത്തിനായി പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ ദിവസം ഡിവൈൻ ബ്ലെസ്സിങ്സ്, നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ്, ഗൈഡൻസ്, മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒരു നിമിഷം മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പ്രാർത്ഥിച്ച് പോസിറ്റീവായിരുന്നു കൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. ഓക്കെ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ പേഴ്സണൽ ഗൈഡൻസസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ. ഡെത്ത് കാർഡ്. ഓക്കെ. ആരൊക്കെയോ എന്തൊക്കെയോ എൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു സ്റ്റേജിലൂടെ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡ് ആകാൻ പോവുകയാണ്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻഡ് ആകാൻ പോവുകയാണ്. സോ ആദ്യം തന്നെ നല്ലൊരു കാര്യമാണ്. കൺഫ്യൂഷൻസ്. ഓക്കെ. 2 of swords. യെസ്. 6 of wands. യെസ്. ഒരു കാര്യം എൻഡ് ചെയ്ത് നിങ്ങൾ പുതിയ കാര്യം, നല്ലൊരു കാര്യം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു ദിവസമാണ്. യെസ്. ഗ്രോത്ത്. പേജ് ഓഫ് wands. Queen of wands. King of swords. Two of Pentacles. Okay. Ace of Pentacles. ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 5 of sword എനർജിയാണ്. ഓക്കെ. അപ്പോൾ ഇന്നീ ദിവസം നിങ്ങൾക്ക് വരുന്ന ഡിവൈൻ ബ്ലെസ്സിങ്സ്. ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒത്തിരി പേര് എന്തൊക്കെയോ കൺഫ്യൂഷൻസിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഇമോഷണലി അതിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന കുറേ വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു കാര്യം, ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കൊരു പാത്ത്, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു പാത നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുണ്ട്. ഓക്കെ. നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെയോ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് ഹാർഷായിട്ടുള്ള ഒരു സംസാരം, ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. ആരെങ്കിലുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം നടന്നിട്ടുണ്ടാകാം. ഓക്കെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് സംസാരിച്ച് കുറച്ച് പിണക്കത്തിലോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളുമായിട്ടായിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ട് ചില ആർഗ്യുമെൻറ്റ്സ് നടക്കാൻ അല്ലെങ്കിൽ നടന്ന ഒരു ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് അത് മുന്നോട്ട് തള്ളി കൊണ്ടുപോവുക. അതായത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ ആ ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കേണ്ട, ഇപ്പോൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കാം എന്ന് കരുതിയിരുന്ന കാര്യം പക്ഷേ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ സംസാരിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്കത് സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു വ്യക്തിയോട് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി, അതായത് നിങ്ങൾ തമ്മിലൊരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട്, അതായത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഡിവൈനായിട്ട് അത് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. ഇവിടെ ഒരു ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാം. കിങ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഡിവൈൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നു, നിങ്ങളവിടെ സംസാരിക്കുന്നു, നിങ്ങൾ വ്യക്തമായി ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ സംസാരിക്കുന്നു. ആ ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. ഓക്കെ. അപ്പോൾ അവർ എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പാസ്റ്റിൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ ഈ ഒരു കാര്യം എൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം അതുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ എടുക്കുക. എത്രത്തോളം പേർക്ക് ഇത് റെസനേറ്റ് ആകുന്നുണ്ട് എന്നറിയില്ല. പക്ഷേങ്കിൽ നിങ്ങളുടെ ലൈഫിലിപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആരോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരിൽ നിന്നോ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്.
അവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. സോ ചിലപ്പോൾ നിങ്ങൾക്കിതൊരു വ്യക്തിയോടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തോ ഒരു കാര്യം നിങ്ങൾ അവരോട് അവർക്കുള്ള മറുപടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഇൻ്റലക്ച്വലായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അതായത് നിങ്ങളുടെ ലോജിക്, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചിട്ട് ആണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പാസ്റ്റിൽ നിൽക്കുന്ന ആ ഒരു കാര്യം, ഒരു കാർമികമായിട്ടുള്ള കാര്യം നിങ്ങളിൽ നിന്ന് എൻഡായി പോയി നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഒരു സണ്ണിൻ്റെ എനർജി കാണാം. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പതിയെ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം. ഓക്കെ, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായി നിങ്ങളവിടെ നിങ്ങളുടെ അഭിപ്രായം ഓപ്പണായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ ടോക്ക് നടത്തുന്നു. അതിനകത്ത് ആ ഒരു കാർമികമായിട്ട് നിങ്ങളെ ബാധിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ എൻഡ് ആകുന്നതായിട്ടും അവിടെ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ചിലരിൽ ഇതിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അതൊന്നും ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് ഇമോഷൻസിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു നിങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി നല്ല രീതിയിൽ നിങ്ങളിന്ന് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു റെക്കഗ്നിഷൻ കിട്ടുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്നതാണ്. ഇപ്പം ഒരു പേഴ്സൺ, ഓൾറെഡി ഉള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള ഒരു എൻഡിങ്, കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാർമിക് റിലേഷൻഷിപ്പിൻ്റെ എൻഡാണെന്ന് മാത്രം കരുതിയാൽ മതി. കാരണം നിങ്ങളെ പ്രൈസ് ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാൻ പോവാണ്, നിങ്ങളെ കൂടുതൽ അവർ അംഗീകരിക്കാൻ പോകുന്ന ഒരു സമയത്തേക്കാണ്, ഇന്നേ ദിവസം ആ ഒരു ജേർണിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഇവിടെ പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും ഇതാണ് കാണിക്കുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്നു ഇത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. കൂടുതലും നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ട്, സാമ്പത്തികപരമായിട്ട്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നിങ്ങൾ തൊഴിൽപരമായിട്ടുള്ള സ്ഥലത്ത്, അതല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഒരു ഡിസിഷൻ, നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരുന്നതും, അതല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളതൊരു ഫാമിലി മെമ്പറിനോടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥലത്തിലായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അവിടെ സംസാരിക്കേണ്ട ഒരവസ്ഥ വന്നു. നിങ്ങൾ പല കാര്യങ്ങളും ഇതുവരെ മാറ്റി മാറ്റി വെച്ചിരുന്നു. നിങ്ങളത് ഇപ്പോൾ സംസാരിക്കേണ്ട, ഓക്കെ ഇനിയും ഒരു അവസരം കൊടുക്കാം എന്നൊക്കെ കരുതി വെച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടും ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടും വന്നു. അവിടെ നിങ്ങൾ സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ ഇമോഷൻ ലെവലിൽ തിങ്ക് ചെയ്യുന്നു, അത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണോ എന്നൊക്കെ തിങ്ക് ചെയ്യുന്നു. ചിലർക്ക് ഇതൊരു കൺഫ്യൂഷനായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാനൊരു ആക്ഷൻ എടുക്കണമോ, ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകണമോ, ഏത് പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനും വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെടുത്ത നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങളെടുത്ത ചൂസ് ചെയ്ത ആ ഒരു പാത്ത് കറക്റ്റാണ്. അതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പോസിറ്റിവിറ്റിയാണ്, ഹാപ്പിനെസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ തന്നെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ തന്നെ ഒരു ഉയർച്ചയാണ് അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സമ്പൽ സമൃദ്ധിയുടെ, നിങ്ങളിലേക്ക് ഡിവൈനായിട്ട് ഒത്തിരി ബ്ലെസ്സിങ്സ് വരാനുള്ള ഇതിൻ്റെ ഒരു തുടക്കമാണ്. നിങ്ങളുടെ ആശയപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നിങ്ങൾ കൂടുതൽ അംഗീകരിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ജോലിയിലൊരു പ്രൊമോഷൻ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻക്രിമെൻറ്റ് കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാത്തിരിപ്പിന് നിങ്ങൾക്ക് ഇന്നൊരു ഗുഡ് ന്യൂസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്തൊരു പ്രൊമോഷൻ, ആ ഒരു സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായ ഉയർച്ചയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കരിയറിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു യാത്ര നിങ്ങൾക്കിന്ന് സാധ്യമാണ്. ഓക്കെ, ഒരു ജേർണി കാണുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നേറി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് തൊഴിൽപരമായ ഉയർച്ചയാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രൊമോഷനൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അബൻഡൻസ് ആണ്, നിങ്ങൾക്ക് അതിലൂടെ സക്സസ് വരുന്നുണ്ട്, ഹാപ്പി ആയിട്ടുള്ള ന്യൂസസ് വരുന്നുണ്ട്. ചില ആൾക്കാരുടെ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ ഒരു ഭയം വേണ്ട, കാരണം നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിയെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട.
അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങളുടെ ഡ്രീംസിന് നിങ്ങളിന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പലരും ഇവിടെ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഒന്ന് ഫിനാൻഷ്യലായിട്ടൊക്കെ നല്ല അബണ്ടൻസ് വരുന്നതാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു റെക്കഗ്നിഷൻ, ഒരു അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസരങ്ങൾക്കൊക്കെ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മണി എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു ഓഫറൊക്കെ നിങ്ങൾക്ക് ഡിവൈനായിട്ട് തന്നെ ഇന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളിലേക്ക് ആ ഒരു ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ലോട്ടറി വിൻ ചെയ്യാനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ലോട്ടറി ചിട്ടി അതൊക്കെ അടിക്കാനുള്ളൊരു ചാൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഹാപ്പി ആവുന്നൊരു ദിവസമൊക്കെയാണ്. ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള മുന്നോട്ട് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നൊരു അവസരം നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. തൊഴിൽപരമായിട്ട് അതല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു ഉയർച്ച വരുന്നുണ്ട്. നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ വഞ്ചിച്ച ആരെങ്കിലും, നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയ ആരോടെങ്കിലുമാണ് ഓപ്പൺ ആയിട്ട് നിങ്ങൾ ആ കാര്യം സംസാരിച്ചു. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തു പോയിരുന്നതിൽ നിങ്ങളവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് സംസാരിച്ചു. നിങ്ങളിത് എന്നോട് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾ കണ്ടെത്തി നിങ്ങളവിടെ ഓപ്പണായിട്ട് സംസാരിച്ചു. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോയതാണ്. അപ്പം സാമ്പത്തികമായിട്ട് നല്ലൊരു മാർഗം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് ഇന്ന് നിങ്ങളിലേക്ക് അബണ്ടൻസ് ചൊരിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെക്കഗ്നിഷൻ, മറ്റുള്ളവരുടെ മുന്നിൽ അറിയപ്പെടുക, അപ്രീസിയേഷൻ, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുക, നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങൾക്ക് അർഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് അർഹിച്ച ആ ഒരു പൊസിഷൻ, പവർ, മണി ഒക്കെ നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുന്ന ഒരു ദിവസമാണ്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വലായിട്ട് ഇന്ന് നിങ്ങൾ പല തീരുമാനങ്ങളും, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മുന്നോട്ട് ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ, ചില പ്ലാനിങ്സൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയിലേക്കുള്ള ഒരു തീരുമാനങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. പല കൺഫ്യൂഷൻസിനും ഒരു ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. നിങ്ങൾ നെഗറ്റീവ് പാറ്റേൺ നിങ്ങളിൽ നിന്ന് എൻഡായി നിങ്ങളൊരു പോസിറ്റീവ് തലത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഇന്ന് ട്രാവലിംഗ് കാണുന്നുണ്ട്. ആ ട്രാവലിങ്ങിലൂടെ അവരുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നിങ്ങൾ പോകുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിലേക്ക് നിങ്ങളുടെ ജേർണി തുടങ്ങുന്ന ഒരു ദിവസമാണ്. പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കണ്ട് നിങ്ങളിപ്പം കൺഫ്യൂസിങ് ആയിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ കൺഫ്യൂസിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി അതിനെ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുക, ആക്ഷൻ എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്നേ ദിവസം നല്ല ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നല്ല നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മണി എനർജി, അബണ്ടൻസ്, നല്ല വ്യക്തികൾ, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃഷ്ണ മെസ്സേജ് എന്താണ് കൂടി നോക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന കൃഷ്ണ മെസ്സേജ്, കൃഷ്ണ ഭഗവാന്റെ സന്ദേശം കൂടി നോക്കാം. ഓക്കെ, പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം, നിങ്ങളുടെ ആ ഒരു ഫയർ എനർജി, നിങ്ങൾ മനസ്സിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോവുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അതിനും ഡിവൈനായിട്ടുള്ള പ്രൊട്ടക്ഷനുണ്ട്. നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഹാവ് ഫെയ്ത്ത്, വെയിറ്റ് ആൻഡ് റിജോയ്സ് ഫോർ യു ആൻഡ് ഡയറക്ട്ലി അണ്ടർ ദ ലവിങ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ സുപ്രീം ലോർഡ് ഹിംസെൽഫ്. യെസ്, ആ ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന മണി, അബണ്ടൻസ്, ബിസിനസ് അല്ലെങ്കിൽ ഒരു തൊഴിൽപരമായിട്ട് ഒക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടോട് കൂടിയിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിപൂർണമായിട്ടും അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്.
ഡെത്ത് കാർഡ് കാണിക്കുന്നത് തന്നെ അതാണ്, റീസ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ലവിങ് കെയർ, ഒരു സ്നേഹാർദ്രമായിട്ടുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലുണ്ട്. തീർച്ചയായിട്ടും അതിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അബൻഡൻസ് ആണ്. ഇന്നലെയും ഈ ഒരു കാർഡ് വന്നിരുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ ഡൗട്ടോട് കൂടി ഇരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്താണോ ഒരു തീരുമാനമെടുക്കാൻ സംശയത്തോടെ നോക്കി കാണുന്ന ആ ഒരു കാര്യം, നിങ്ങൾക്കതിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അബൻഡൻസ് ആണ്. യു വിൽ റിസീവ് അബൻഡൻസ്. നിങ്ങൾക്ക് തീർച്ചയായും അബൻഡൻസ് കാണിക്കും. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ വിചാരിക്കുന്ന കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു പുരോഗമനം, ഒരു അബൻഡൻസ്, ഒരു സമൃദ്ധിയൊക്കെ നിങ്ങളിലേക്ക് വരും. അത് എന്ത് കാര്യത്തിനാണെങ്കിലും, ഇനി ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന കാര്യമാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അങ്ങനെ. ഡു യുവർ കർമ്മ. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ, നിങ്ങൾക്കതിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ബി ഗുഡ്, ഡു ഗുഡ് ആൻഡ് നെവർ ലോസ് ഫെയ്ത്ത്, ബി പ്രിപ്പയർഡ്. നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളിപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. മറ്റുള്ള നെഗറ്റീവ് എനർജീസ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾക്ക് കണ്ണ് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ട്രാൻസ്ഫോർമേഷൻ വരും. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിച്ച് പോവുക. ട്രാൻസ്ഫോർമേഷൻ ഈസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരും. ഡെത്ത് കാർഡും അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു ഡെത്ത് കാർഡും ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരും. നിങ്ങൾക്ക് ഒരു ഡിസ്ട്രക്ഷൻ ആയിട്ട് ഇപ്പം തോന്നുന്ന കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എൻഡായി, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ, അല്ലെങ്കിൽ കരിയറിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ ഇപ്പോൾ എൻഡായി എന്ന് വിചാരിക്കുന്നത്, അതിൽ നിങ്ങൾ വിഷമിക്കുന്നത്, പ്ലീസ് വിഷമിക്കാതിരിക്കുക. ഓക്കെ, ഈ ഒരു തകർച്ച എന്ന് പറഞ്ഞ് പുതിയൊരു തുടക്കത്തിൻ്റെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് സോ ദ സീഡ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ. നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ വിത്ത് വിതയ്ക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഡിവൈനായിട്ടത് പറയാണ്, മേക്ക് ദ റൈറ്റ് ചോയ്സ്. നിങ്ങൾ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട്. ഇവിടെ കണ്ടോ, 2 of Swords എനർജി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ചോയ്സ് എടുക്കൂ. നിങ്ങളുടെ മനസ്സ് പറയുന്ന, നിങ്ങൾ മാനസികമായിട്ട് ഡിവൈനായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ചോദ്യം ചോദിക്കൂ. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് തന്നെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും. അവിടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റീസ്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ആ നെഗറ്റിവിറ്റിയിലേക്ക് ചിന്തിക്കേ വേണ്ട. അങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ അടുത്ത് ചുറ്റുപാടുമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട. നെഗറ്റിവിറ്റി ഓർത്ത് നിങ്ങൾ അതിനെ പ്രൊവോക്ക് ചെയ്യേണ്ട. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബൻഡൻസ് ആണ് വരുന്നത്. അബൻഡൻസ്, പ്രൊട്ടക്ഷൻ, ഡു യുവർ കർമ്മ, മേക്ക് ദ റൈറ്റ് ചോയ്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ വിൽ കം. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. ഈ ഒരു ചീറ്റിംഗ് എനർജിയൊക്കെ നിങ്ങളിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളിലേക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു കർമ്മ, നിങ്ങളുടെ കർമ്മ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ചിന്തയിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾ എന്താണോ, എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, അതിന് ഡിവൈനായിട്ടുള്ള പ്രൊട്ടക്ഷനുണ്ട്, ഡിവൈനായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് വളരെയധികം ഉള്ള ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ക്ലാരിറ്റി വരുത്തി നല്ല ചോയ്സ് ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് ഡിവൈനായിട്ടുള്ള ബ്ലെസ്സിങ് സപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം ഹാപ്പി ആയിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ക്ലെയിം ചെയ്യൂ. വളരെ അബൻഡൻസും ഹാപ്പിനെസ്സും സക്സസ്ഫുള്ളും ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ വണ്ടർഫുൾ ഡേ.